എല്ലാവർക്കും കോഡ് അക്കാഡമിക്സ് ലേണിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേറെ രീതിയിലുള്ള ടൈപ്പ് ഓഫ് കോഡിങ്സും ലിനക്സ് സിസ്റ്റം പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇന്ന് നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് എല്ലാവർക്കും ഏത് പ്രോഗ്രാമേഴ്സിനും ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ഡാറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ടോപ്പിക്കല്ല. അത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതായത് ജാവ, അതുപോലെ തന്നെ നമ്മൾ C++ ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും അതിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സിയിൽ വരുമ്പോൾ അത് സ്ട്രക്ചേഴ്സ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡാറ്റ എഴുതുന്ന ഒരു സ്ട്രക്ചർ ഫോർമാറ്റ്, അതിനാണ് ശരിക്കും ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് ഉള്ളത് എന്ന് വെച്ചാൽ, നമുക്ക് ഡാറ്റ ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പലതരത്തിൽ നമ്മൾക്ക് ഡാറ്റാസ് അത് ഓർഗനൈസ്ഡ് ആക്കി വെക്കാനുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അറേസ് ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ സ്ട്രിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റ് ഉണ്ട്, ക്യാർ, ഫ്ലോട്ട്. അപ്പോൾ ഇതൊക്കെ ഡാറ്റേനെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എന്താ പറയുക, യൂസർ ഡിഫൈൻഡ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. അപ്പം ഇതിലൊന്നും ഒതുങ്ങാത്ത എന്താണ് ശരിക്കും ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വ്യത്യാസം വരുന്നത്. അതിനു മുന്നേ ഞാൻ ഏതൊക്കെയാണ് നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ എങ്ങനെ നമുക്ക് തരംതിരിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എസെൻഷ്യലി ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ സംഭവം പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്, നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഓക്കെ, ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് വരുന്ന പ്രിമിറ്റീവിൽ വരുന്നതാണ് നമുക്ക് സാധാരണ നമ്മൾ സിയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇൻറ്റ്, ക്യാര്, ഫ്ലോട്ട്, പോയിന്റേഴ്സ്, ഇതൊക്കെ ഇതിൽ പ്രിമിറ്റീവിൽ വരുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് രണ്ട് തരമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്, നോൺ ലീനിയർ ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്, അറേസ് വരുന്നുണ്ട് അല്ലേ, അറേസ് വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്, സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത്രയും നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കോൺസെപ്റ്റ്സിൽ വരുന്ന കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. അതായത് ഒന്ന് ലിങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്, അടുത്തത് സ്റ്റാക്ക് വരുന്നുണ്ട്, സ്റ്റാക്സ്, ക്യൂ വരുന്നുണ്ട്. ഇങ്ങനത്തെ അഡീഷണൽ ആയിട്ടുള്ള ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ഇതിൽ അറേസും സ്ട്രക്ചേഴ്സും മാത്രമേ ഈ പോയിന്റിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 3 ആണ് നമുക്ക് ഇനി വരാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നോൺ ലീനിയറിൽ വരുന്നത് ട്രീസ് വരുന്നുണ്ട്, ഗ്രാഫ്സ് വരുന്നുണ്ട്, സെറ്റ്സ് വരുന്നുണ്ട്, ടേബിൾസ് വരുന്നുണ്ട്. ഡാറ്റ ടൈപ്സിനെ നമുക്ക് ഇങ്ങനെയാണ് തരംതിരിക്കാൻ പറ്റുക. അപ്പോൾ ഈ പ്രിമിറ്റീവ് നമ്മൾ പറഞ്ഞു. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഏത് പാറ്റേണിലാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ സീക്വൻഷ്യലാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് മെമ്മറിയിൽ നമ്മൾ അറേയിൽ എടുക്കുകയാണെങ്കിൽ അറേ ഒരു 10 ഇൻഡിജർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ 10, 20, 30, 40 അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒക്കെ സേവ് ചെയ്യുന്നത് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും. അത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു ലെവലിലാണ് ഈ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് വരിക. ഓക്കെ, അതുപോലെ തന്നെ നോൺ ലീനിയറിൽ എങ്ങനെ വരാം, അതായത് ഇതൊരു ട്രെയിന് പോലെ ഇങ്ങനെ നീണ്ടു പോവല്ലേ ചെയ്യുക. ഇത് ബ്രാഞ്ചസ് പോലെയും അതേമാതിരി തന്നെ ഒരു പരന്ന് കിടക്കുന്ന കുറച്ചും കൂടെ ബ്രാഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഈ നോൺ ലീനിയർ എന്ന് പറയുന്നത്. ഈ ട്രീ എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല, ഒരു എന്താ പറയുക, ഒരു റൂട്ട് ഉണ്ടാവും, പിന്നെ കുറെ ബ്രാഞ്ച് പോലെ ഇങ്ങനെ പോകും. ആ ഒരു പാറ്റേൺ നേരെ അല്ലാതെ, അതായത് പല പല ബ്രാഞ്ചുകളുമാതിരി തരംതിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഈ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ലീനിയറിൽ നമുക്ക് അറേയിൽ നമുക്ക് എന്താ പറയാം,
സിമിലർ ഡാറ്റാസ് അല്ലേ ഹോൾഡ് ചെയ്യാം. സ്ട്രക്ചേഴ്സോ, സ്ട്രക്ചേഴ്സിനകത്ത് എന്താ നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഹോൾഡ് ചെയ്യാം അല്ലേ. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാർ എഴുതാം, അറേ എഴുതാം, സ്ട്രിങ് എഴുതാം, എന്ത് വേണമെങ്കിലും ഒരു സ്ട്രക്ചറിനകത്ത് നമുക്ക് പല പല ഡാറ്റ ടൈപ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അറേസിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, നമുക്ക് മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക. നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷനും പഠിച്ചിട്ടുണ്ട്, ഡൈനാമിക് അലോക്കേഷനും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ സ്റ്റാറ്റിക് അലോക്കേഷൻ, ഈ അറേസും സ്ട്രക്ചേഴ്സും ഒക്കെ പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റ് ARR ഓഫ് 10 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക്കലി, അതായത് കമ്പൈൽ ടൈമിൽ തന്നെ നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 10 മെമ്മറി ലൊക്കേഷൻ, അതായത് ഇൻറ്റിജർ ആണെങ്കിൽ 4 ബൈറ്റുള്ള 10 ലൊക്കേഷൻ ആയിരിക്കും അറേൻ്റെ സൈസ്, അതായത് 40 ബൈറ്റ് ആയിരിക്കും സൈസ്. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രക്ചേഴ്സിൻ്റെ പറയുന്നത് ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണെങ്കിലും അതൊക്കെ കൂടെ ഉള്ള ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ ഇൻറ്റിൻ്റെ സൈസ്, ക്യാരൻ്റെ സൈസ്, ഫ്ലോട്ടിൻ്റെ സൈസ് എല്ലാം കൂടെ ഉള്ള ഒരു കോമൺ സൈസ് ആയിരിക്കും ഈ സ്ട്രക്ചേഴ്സിന് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ നമ്മൾ ഡൈനാമിക്കലി എങ്ങനെയാണ് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, പി എന്നുള്ളൊരു വേരിയബിൾ എടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എങ്ങനെയാണ്, അതായത് ഇൻറ്റ് സ്റ്റാർ പി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മാലോക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ സിയിൽ. മാലോക്ക് സൈസ് ഓഫ് എന്തിൻ്റെ ആണ്, നമ്മളിപ്പോൾ ഇൻറ്റിൻ്റെ ആണെങ്കിൽ ഇൻഡ് എന്ന് എഴുതിയിട്ട് ഇൻറ്റു 10. ഓക്കെ, ഈ ഒരു സംഭവം എത്ര ഡൈനാമിക്കലി നമുക്ക് സൈസ് ഓഫ് ഇൻഡ് എന്ന് പറയുന്നത് എത്ര, ഇപ്പോൾ സി കമ്പൈൽ, അതായത് GCCയിലാണെങ്കിൽ 4 ബൈറ്റ്സ് വരും ഇതിന്, ഇൻറ്റു 10, അതായത് 40 ബൈറ്റ് ഓഫ് മെമ്മറി ഇത് ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത് ഈ പി എന്നുള്ളൊരു പോയിന്റർ അതിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കും അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്ക്. ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ് സ്റ്റാറിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം ഈ മെമ്മറി ലൊക്കേഷൻ നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഇതാണ് പീൻ്റെ മെമ്മറി എന്ന് വിചാരിച്ചോ. പീൻ്റെ മെമ്മറിയാണ് ഈ ഭാഗം, ആദ്യം ഞാൻ വെച്ച റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ നമ്മളൊരു 5 ഡാറ്റ കൊടുക്കുക, 10 പകരം ഒരു 5 അലോക്കേറ്റ് ചെയ്തെന്ന് വെച്ചോ, സ്പേസ് ഇല്ലാത്ത കേട്ടോ. അപ്പോൾ നമ്മളൊരു 1 ഇങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് പിക്ക്. ഓക്കെ, അപ്പം നമുക്ക് പി ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുക ചെയ്യുന്നത് അല്ലേ. ഈ ഒരു പോയിന്റർ എന്ന് പറഞ്ഞ പി നമുക്ക് ഇവിടെ പോയിന്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഈ പീൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 20 ആണ് വരുന്നത്. ഓക്കെ, അതായത് 5 എണ്ണം, ഓരോന്നിൻ്റെ സൈസ് 4 ബൈറ്റ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ക്യൂ എന്നുള്ളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഇതും എന്താണ് സൈസ് ഓഫ് ഇൻഡ് ഇൻറ്റു 5, അത് തന്നെ 20 ബൈറ്റ് ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ പി കഴിഞ്ഞിട്ടാണ് ഈ ക്യൂ അലോക്കേറ്റ് ആവുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു 10 കൊടുക്കാം. ഓക്കെ, ഒരു 10 ആണെന്ന് വിചാരിച്ചോ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അപ്പം എത്ര വരും, ഇതിൻ്റെ എൻഡിങ് അഡ്രസ്സ് എത്ര വരും, ഇവിടെ 28 വരും അല്ലേ. 28ലാണ് ക്യൂ തുടങ്ങാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ക്യൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പം ഒരു 5 എണ്ണം സേവ് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ പിന്നകത്തും 5 ഡാറ്റാസ് ഉണ്ട്, ക്യൂവിനകത്തും 5 ഡാറ്റാസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആവശ്യം വന്നു, നമുക്ക് ഈ ഒരു പി എന്നുള്ള ഈ ഒരു ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഒരു 5 ഡാറ്റാസും കൂടെ കയറ്റണം. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യാം, നമുക്കൊരു ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലൊരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയലോക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റിയലോക്ക് നമ്മൾ റിയലോക്ക്, മാലോക്ക്, കാലോക്ക്, ഫ്രീ ഇതായിരുന്നു നമ്മൾ DMAയിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, റിയലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യാം, അത് മാലോക്കിന് പകരം നമ്മൾ റിയലോക്ക് ഉപയോഗിക്കുന്നു. പിന്നെ എത്രയാണ് സൈസ്, അതായത് ഇപ്പോൾ നമ്മൾ 5 ആയിരുന്നു കൊടുത്തത്, ഇനി 10 ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ 10 കൊടുക്കുന്നു. നമുക്ക് ഈ പി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പം ഏതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിയലോക്ക് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഇവിടെ പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പം പി റിയലോക്ക് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നതിൽ എന്ത് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, ക്യൂ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്യൂവിനെ നമുക്ക് ഓവർ റൈറ്റ് ചെയ്താൽ ക്യൂവിലെ ഡാറ്റ പോകില്ലേ,
അപ്പം ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതേമാതിരി ബാക്ക്വേർഡ് ആയിട്ടുള്ള അലോക്കേഷനും പറ്റൂല. മെമ്മറീനെ പുതിയ മെമ്മറി വെച്ചിട്ടുണ്ടാവും. അതായത് ഒന്നും കൂടെ നമ്മളിപ്പം ഈ ക്യൂവും നമ്മൾ റീഅലോക്കേറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ പീൻ്റെ പോലെ തന്നെ ക്യൂവും നമ്മൾ റീഅലോക്കേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത മെമ്മറിയിൽ വന്നത്. അടുത്തൊരു 5 ഇവിടെയാണ് വന്നത് എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ക്യൂ എന്നുള്ളത് ഇതിൻ്റെ നടുക്കായി പോകും അല്ലേ. അത് ആ ഒരു കണ്ടിന്യൂസ് മെമ്മറി എന്നുള്ള ഒരു സംഭവം അവിടെ തെറ്റി. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ പീക്ക് അലോക്കേറ്റ് ചെയ്ത് ഈ ഒരു 5 ലൊക്കേഷൻ ഇത് മൊത്തം എടുത്തിട്ട് വേറെ എവിടെയാണോ ഒരു 10 ലൊക്കേഷൻ ഉള്ളത് അങ്ങോട്ടേക്ക് കോപ്പി ചെയ്തിട്ട് ബാക്കി ഭാഗത്ത് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട മാതിരി ഡാറ്റ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് ഡാറ്റ കയറ്റും. അതായത് 10 വേറെ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയാക്കിയിട്ട് ഈ മൊത്ത സംഭവം ഫ്രീ ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ ഇത് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് യൂസ് ചെയ്യാനോ വേരിയബിൾ സ്റ്റോർ ചെയ്യാനോ ഒക്കെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ റിയലോക്കും മാലോക്കും ഫ്രീയും ഒക്കെ വർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ബൈറ്റ് വൈസിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ ഇനി അതായത് മെയിൻ മെമ്മറി അതായത് റാമിൽ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഞാനൊരു ചെറിയൊരു ഒരു ഐഡിയ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാമിൽ എങ്ങനെയാണ് സംഭവം സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെടുത്ത് റാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 സെക്ഷൻസ് ആണ് പ്രൈമറിലി നമ്മൾ ഉണ്ടാവും. ഇതൊക്കെ അതായത് ലോജിക്കലായിട്ടുള്ള മെമ്മറീസ് ആണ്. നമ്മൾ ചിപ്പിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ഹീപ്പ് ഇതാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇത് ലോജിക്കലി ആണ് ഇത് സ്റ്റാക്കും ഹീപ്പും ഒക്കെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാക്കാണ്. രണ്ടാമത്തെ സെക്ഷൻ ഏതാ? ഡാറ്റ ഉണ്ട്. അതുപോലെ തന്നെ കോഡ് എന്നുള്ള സെക്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന റാമിൻ്റെ സെക്ഷൻസ്. അപ്പം ഈ ഒരു സ്റ്റാക്ക് എന്നുള്ളതിൽ നമ്മൾ ആദ്യം അന്ന് പറഞ്ഞിട്ടായിരുന്നു എന്താണ് സേവ് ആവുക. അതായത് ഫംഗ്ഷൻ സ്റ്റാക്ക് ഫ്രെയിം ലോക്കൽ വേരിയബിൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റാക്കിൽ സേവ് ആവുക. അതായത് ഒരു സ്കോപ്പ് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് കളയേണ്ട അങ്ങനെ ബിഹേവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സ്റ്റാക്കിൽ സേവ് ആവുക. ഹീപ്പിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലെ അതാണ് ഈ ഹീപ്പിൽ സേവ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റാക്ക് അല്ല, നമ്മൾ ഹീപ്പിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, പക്ഷെ അത് നമ്മൾ കമ്പൈൽ ടൈമിലല്ല, റൺ ടൈമിലുള്ള മെമ്മറി അലോക്കേഷൻ, അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ്. അതായത് ഇപ്പം നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു 5 മെമ്മറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെമ്മറി ഇല്ല, പി എന്നുള്ളൊരു സംഭവം ഫ്രീ ചെയ്ത് കളഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഡാറ്റ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ ഡാറ്റ എടുത്തിട്ട് നമ്മൾ വേറെ ഒരു 10 ലൊക്കേഷനിലേക്ക് കയറ്റിയതല്ലേ. അപ്പോൾ ഈ സ്ഥലം വെറുതെ കിടക്കാണ് നമുക്ക്. ഓക്കെ, ഈ സ്ഥലം വെറുതെ കിടക്കുന്ന ഈ സ്ഥലത്തിനെ നമുക്ക് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു മെത്തേഡാണ് ഡാറ്റ സ്ട്രക്ചർ. അതായത് ഹീപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക ഈ ഒരു ഡാറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ മുകളിലുള്ള ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹീപ്പാന്ന് വിചാരിച്ചോ. ഈ ഒരു ബ്ലോക്ക് നമ്മൾ ലോക്കൽ വേരിയബിൾ, അതേമാതിരി ഫംഗ്ഷൻ സ്റ്റാക്ക് ഫ്രെയിം, ഫംഗ്ഷൻ്റെ അകത്തുള്ള കാര്യം നമ്മൾ ബ്ലോക്ക് ആക്കിയിരുന്ന കാര്യങ്ങളൊക്കെ സ്റ്റാക്കിൽ സേവ് ആവും. ഡൈനാമിക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ പോയിന്റർ വെച്ചുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് ഹീപ്പിലാണ്. ഹീപ്പിന് വേണമെങ്കിൽ അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് ഇപ്പം മെമ്മറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇങ്ങോട്ട് കയറാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റാക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്റ്റാക്കിന് പറ്റുന്ന റിസർവ് ചെയ്ത മെമ്മറിയിലും കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ താഴത്തേക്ക് ഗ്രോ ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഈ സ്റ്റാക്കിനും ഹീപ്പിനും അതിനുള്ള ഒരു കൺട്രോൾ ഉണ്ട്. സ്റ്റാക്കിന് താഴത്തേക്ക് ഗ്രോ ചെയ്യാനും ഹീപ്പിന് മുകളിലേക്ക് ഗ്രോ ചെയ്യാനും പറ്റും. ഡാറ്റയും ടെക്സ്റ്റും ഫിക്സഡ് സൈസ് ആണ്. ഡാറ്റയിലാണ് നമ്മൾ സ്റ്റാറ്റിക്കലി സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാറ്റിക് എക്സ്റ്റേൺ വേരിയബിൾസും കാര്യങ്ങളും. അതേമാതിരി ഗ്ലോബൽ സ്റ്റാറ്റിക് ഇനീഷ്യലൈസ്ഡും അൺഇനീഷ്യലൈസ്ഡ്, അതായത് BSS എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് ഈ ഡാറ്റ സെക്ഷനിലാണ്. നമ്മൾ ഈ കോഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന കോഡും കാര്യങ്ങളൊക്കെയാണ്. അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു കോഡ് സെക്ഷനിൽ ഉണ്ടാവുക. കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് റോ ഡാറ്റയിൽ പോവുക. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അത് നമ്മൾ സീൻ്റെ ഇതെടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹീപ്പിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു, ഡൈനാമിക് മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ 10 എന്നുള്ളൊരു ഡാറ്റ സേവ് ചെയ്തു. x5 എന്നുള്ളൊരു അഡ്രസ്സിലാണ് തുടങ്ങുന്നത്. ഓക്കെ, അതുപോലെ തന്നെ x505 എന്നുള്ളൊരു അഡ്രസ്സിൽ നമ്മൾ
11 സേവ് ചെയ്തു. ഇങ്ങനെയാണ് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുക. 74 സേവ് ചെയ്തു, 13 സേവ് ചെയ്തു എന്ന് വെച്ചോ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എവിടെയാണോ നമ്മളുടെ ഹീപ്പിൽ ഫ്രീ ആയിട്ടുള്ള മെമ്മറീസ് ഉള്ളത് അവിടെ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അതിനെ നമുക്കൊരു അറേ പോലുള്ള ഒരു എന്താ പറയുക ഡാറ്റ സ്ട്രക്ചർ ആക്കി മാറ്റാനും നമുക്ക് പറ്റും. ഓക്കെ, അതായത് ഇതിപ്പം പല പല അഡ്രസ്സിലാണ് കിടക്കുന്നത്. അറേ എങ്ങനെ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടില്ലേ നമ്മൾ എടുക്കുന്നത്, അറേ ഓഫ് 1, ARR of 1, ARR of 2, ARR of 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുക. അതെന്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലായതുകൊണ്ടാണ്. അതായത് ഇപ്പം 1 തുടങ്ങണ 1, 4 അങ്ങനെ 8 അങ്ങനെയല്ലേ പോവാ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ അത് എന്ന് പറയുന്നത് ഒരു മെമ്മറി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ അല്ല ഈ ഒരു അറേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 50ൻ്റെ ഒരു അറേ അലോക്കേറ്റ് ചെയ്തു, പക്ഷെ നമുക്ക് അതിലൊരു 5 or 6 എണ്ണം മതി എന്ന് വിചാരിച്ചോ. അപ്പോൾ ചില സമയത്ത് നമുക്ക് പോപ്പ് ചെയ്യേണ്ടി വരും, അതിനകത്ത് ഡാറ്റ എടുക്കേണ്ടി വരും, ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, ഡാറ്റ സോർട്ട് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കുറേ ലോജിക് ഉണ്ട്. അപ്പോൾ ഇത് മെമ്മറി എഫിഷ്യൻ്റ് ആയിട്ട് നോക്കുമ്പോൾ അറേസ് എന്ന് പറയുന്നത് അത്ര എഫിഷ്യൻ്റ് അല്ലാത്തൊരു ഡാറ്റ സ്ട്രക്ചറാണ്, അതായത് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്താ പറയുക ആ ഒരു പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത് ഇവിടെ. ഓക്കെ, ഹീപ്പിൽ നമുക്ക് പല പല സ്ഥലത്ത് ഇപ്പം പല മെമ്മറീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എ എന്നുള്ളൊരു ലൊക്കേഷനിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ 10 സേവ് ചെയ്യുന്നു. BCD എന്നുള്ള നമുക്ക് മെമ്മറി ലൊക്കേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഹീപ്പിൽ ഇത്രയും ഡാറ്റ നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പല പല മെമ്മറി എയും ബിയും സിയും ഡിയും കിടക്കുന്നത് പല പല സ്ഥലത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് ലിങ്ക് ചെയ്താലല്ലേ നമുക്ക് ആ ഒരു സീക്വൻസ് കിട്ടുള്ളൂ. 10, 20, 30, 40 നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സീക്വൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ലിങ്ക് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ വരിക എന്ന് വെച്ചാൽ നമുക്ക് ഈ എ എന്നുള്ളതിന് നമുക്കൊരു ഈ ഒരു ഡാറ്റേൻ്റെ ഭാഗം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്കൊരു ലിങ്കും ഉണ്ടാവും. ഓക്കെ, 2 ഡാറ്റ ടൈപ്പാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ 2 ഡാറ്റ ടൈപ്പ് വരുന്ന ഏത് ഡാറ്റ സ്ട്രക്ചറാണ് ഉള്ളത്, 2 അല്ലെങ്കിൽ ഡിഫറെൻ്റോ കണ്ടോ സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഈ ഒരു ടൈപ്പിലുള്ള ഡാറ്റ. ഇപ്പം അറിയാണെങ്കിൽ ഇതിപ്പോൾ സിമിലർ ആയിരിക്കണ്ടേ, ഇപ്പോൾ 10 ഇതും എന്താ പറയുക ഒരു 20 അല്ലെങ്കിൽ 30 എന്തെങ്കിലും ഇൻറ്റീജർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അറേ യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ സ്ട്രക്ചേഴ്സ് അതായത് ഇതൊരു ലിങ്ക് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഡാറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആണ് എന്ത് വരുന്നത് അതിൻ്റെ ഡാറ്റ വരുന്നത്, ഇവിടെയാണ് എന്ത് വരുന്നത് അതിൻ്റെ ലിങ്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഡാറ്റയിലാണ് നമ്മൾക്ക് വേണ്ട ഡാറ്റ നമ്മൾ സേവ് ചെയ്യുക. ലിങ്ക് എന്നുള്ളത് അടുത്ത വരുന്നത് 10 കഴിഞ്ഞാൽ ഏതാ വരേണ്ടത് 20 നമുക്ക് വരേണ്ടത് 20ൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ വരേണ്ടത്, ഈ ലിങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പം 20ൻ്റെ അഡ്രസ്സ് എന്താ ബി ആണുള്ളത് അല്ലേ, ബി വരണം അല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്ത് വരണം നമുക്ക്, ഇവിടെ എന്താ വരേണ്ടത്, ഇവിടെ നമുക്ക് സി വരണം അല്ലേ, ഇവിടെ സി വരണം. ഇവിടെ എന്താ വരേണ്ടത്, ഇവിടെ ഒന്നും ഇല്ലല്ലോ നമുക്ക്. ഇനി അടുത്തേക്ക് എന്താ അടുത്തേക്ക് ലിങ്ക് ചെയ്യാനൊന്നുമില്ല നമുക്ക്. നമ്മളുടെ ഡാറ്റ സ്ട്രക്ചറിൽ 10, 20, 30, 40 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും വരണ്ട, ഇവിടെ എന്തായിരിക്കണം നള്ളായിരിക്കണം. ഇപ്പം എന്താ സംഭവിച്ചത്, അതായത് എക്ക് അറിയാം എൻ്റെ അടുത്ത ഡാറ്റ ഏതാണെന്ന്, ബിക്ക് അറിയാം അടുത്ത ഡാറ്റ, സിക്ക് അറിയാം അടുത്ത ഡാറ്റ ഏതാണെന്ന്. ഇത് തമ്മിൽ ലിങ്കായി അല്ലേ, ഇത് ഇങ്ങോട്ട് ലിങ്കായി, ഇത് ഇങ്ങോട്ട് ലിങ്കായി, ഇത് ഇവിടേക്ക് ലിങ്കായി. ഇപ്പം എന്തായി നമുക്ക് ആ ഒരു സീക്വൻസ് കിട്ടിയില്ലേ. എവിടെയെങ്കിലുള്ള മെമ്മറീനെ നമ്മൾ എന്ത് ചെയ്തു ഡാറ്റ കയറ്റിയിട്ട് തമ്മിൽ ലിങ്ക് ചെയ്യിച്ചു. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്താണ്. ഓക്കെ, നമ്മൾ ഡാറ്റ സ്ട്രക്ചറിന് നമ്മൾ എഴുതുന്ന സ്ട്രക്ചറിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സി ആണ് എഴുതുന്നത്, സിയിലാണ് കേട്ടോ ഡാറ്റ സ്ട്രക്ചർ എഴുതുന്നത്. എല്ലാത്തിലും എഴുതാൻ പറ്റും, ജാവയിലും C++ലും ഒക്കെ എഴുതാൻ പറ്റും, പക്ഷേ നമ്മളിപ്പോൾ സി ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രക്ട് എന്ന് എഴുതാം, എന്നിട്ട് സ്ട്രക്ചറിന്റെ നെയിം ഏജ് എന്നുള്ളൊരു നെയിമാണ് സ്ട്രക്ചറിന് എന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട്
നമ്മൾ എൻ്റർ അടിച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു നമ്മൾ സെമിക്കോളൻ. ഇവിടെ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഡാറ്റ മെമ്പേഴ്സ് ഏതാണ്, ഇപ്പോൾ ഇൻഡ് ഡാറ്റ ഉണ്ട് നമ്മളടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ ഈ ഒരു ഡാറ്റ മാത്രമേ, നമ്മൾ ഇൻഡിജർ ഡാറ്റ മാത്രമേ ഇതിനകത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ലിങ്ക് വേണം അല്ലേ. ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് തന്നെ ഉള്ള ഒരു ലിങ്കാണ് നമുക്ക് വേണ്ടത് അല്ലേ. കാരണം ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ബി അല്ലേ, ഇവിടെ ബി ടൈപ്പ് അല്ലേ കിട്ടുന്നത്. ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മൊത്തമാണ് അല്ലേ. ബീൻ്റെ ലിങ്ക് അല്ലേ കിട്ടുന്നത്, ബീൻ്റെ അഡ്രസ് അല്ലേ കിട്ടുന്നത്. ബീൻ്റെ ടൈപ്പ് എന്താ, ബി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ തന്നെ. ഏത് സ്ട്രക്ചറാ, ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ സെയിം സ്ട്രക്ചറിൻ്റെ സ്ട്രക്ട് ഏജ് സ്റ്റാർ നെക്സ്റ്റ്, ഒരു നെക്സ്റ്റിലേക്കുള്ള ഒരു ലിങ്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതായത് സെയിം സ്ട്രക്ചറിലേക്കുള്ള ഒരു പോയിന്റർ, അതാണ് ഇങ്ങനെ. ഇതാണ് ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ഇപ്പം എന്തായെന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റം കണ്ടോ, ഈ 10B, അത് 10 ഡാറ്റ ലിങ്ക്, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഇങ്ങനെയാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എഴുതാം. ലിങ്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് നമ്മളിപ്പോൾ നേരത്തെ എഴുതിയത് ഇവിടെ എഴുതിയില്ലായിരുന്നോ ലിങ്ക് ലിസ്റ്റ്. ഇതിൽ തന്നെ നമുക്ക് കുറേ ടൈപ്പുകൾ വരുന്നുണ്ട്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, ഡബിൾ ഉണ്ട്, സർക്കുലാർ ഉണ്ട്. ഓക്കെ, ഇത് മൂന്നെണ്ണമാണ് നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്ന ലിങ്ക് ലിസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? സിംഗിൾ ലിങ്ക് ലിസ്റ്റ് അതായത് ഇപ്പോൾ എഴുതിയ ഈ ഒരു സംഭവമല്ലേ, അതായത് ഒരു ഡാറ്റ ഉണ്ട്, അതിൻ്റെ ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, അത് ലിങ്ക് ചെയ്യുന്നത് ഒരു ലീനിയർ പാറ്റേണിൽ അടുത്തയിലേക്കാണ്. ഇങ്ങനെ ഒരൊറ്റ ലിങ്ക് മാത്രം ഉള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്തായിരിക്കും? സിംഗിൾ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. എന്ന് ബിയിലേക്ക് സിംഗിൾ ലിങ്ക് മാത്രം, വേറെ ലിങ്ക് തിരിച്ചിങ്ങോട്ട് ലിങ്ക് ഇല്ല അല്ലെ. എന്ന് ബിയിലേക്ക് ലിങ്ക് ഉണ്ട്, തിരിച്ച് ബിന്ന് എയിലേക്കും ലിങ്ക് ഉണ്ട്. അതാണ് ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സർക്കുലാർ എന്ന് പറഞ്ഞാൽ 10, 20, 30, 40 ഈ നള്ളില്ലേ, ഈ നള്ളെന്ന് പറയുന്നതിന് പകരം പിന്നെയും തിരിച്ച് ഈ ഒരു എൻ്റെ അഡ്രസ്സ് തന്നെ അവിടെ ഉണ്ടാവും. അതായത് സർക്കിൾ ചെയ്യും ഈ ലിങ്ക് ലിസ്റ്റ്. ഇനി നമുക്ക് ലിങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് ഡാറ്റ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല വഴികളുണ്ട്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹെഡ് പോയിന്റർ വേണം. അതായത് ഒരു ഹെഡ് വേണം, നമുക്ക് എവിടെ മുതലാണ് തുടങ്ങേണ്ടത് എന്നറിയാനൊരു ഹെഡ് പോയിന്റർ വേണം. അതിന് ഞാൻ HPTR എന്ന് എഴുതാണ് ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ഒരു ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഒരു 10 ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഹെഡ് പോയിന്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇവിടെ നള്ള് വെച്ചിട്ടാണ് ഹെഡ് പോയിന്റർ തുടങ്ങാം. ഓക്കെ, ഇതിനകത്തൊന്നും ഉണ്ടാവില്ല. ഇതിലെന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ ഒരു ലിങ്ക് വരുമ്പം നമ്മൾ ഇതിനൊരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ഒരു A എന്നുള്ളൊരു അഡ്രസ്സ് ഉണ്ടാവുമല്ലോ. A എന്നുള്ള അഡ്രസ്സ് നമ്മൾ ഈ ഹെഡ് പോയിന്റിലേക്ക് സേവ് ചെയ്തിട്ട് ഈ ഹെഡ് പോയിന്റിനകത്തുള്ള നള്ള് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇടും. ഓക്കെ, അപ്പം എന്തായി, ഇതെന്ത് സംഭവിച്ചു, ഈ ഹെഡ് പോയിന്റർ ഈ ഫസ്റ്റത്തെ നോഡായിട്ട് ലിങ്ക് ആയി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചോ. ഈ വരുന്ന നോഡുകൾ നമുക്ക് വേണമെങ്കിൽ മൂന്ന് രീതിക്ക് അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം അല്ലേ. ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 20, 10, 20, 30 അങ്ങനെ ആ ഒരു സീക്വൻസിൽ പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുന്നേ രണ്ടാമത്തത് നമുക്ക് ഇവിടെ 20 എന്ന് പറഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യാം.
എന്നിട്ട് ഈ നൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിനെ ബി ആക്കാം. ഈ ബീനെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് ഇവിടെ ഇടാം. ഇപ്പം ഇതെന്തായി, ഇതിനകത്ത് എനകത്ത് ബീൻ്റെ അഡ്രസ്സ്, ബീൻ്റെ അകത്ത് നള്ള്. ഓക്കെ, ഈ ഒരു പാറ്റേണിൽ ലിങ്ക് ചെയ്ത് പോകും. ഇതൊരു ലിങ്കാ അല്ലേ, ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് അല്ലേ, ഇങ്ങനെ 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 കണക്ഷൻ പോകുന്നില്ലേ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ലിങ്ക് ചെയ്ത് പോകുന്നതിനാണ് നമുക്ക് ആഡ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഓഫ് ലിങ്കിങ് കൂടെ ഉണ്ട് നമുക്ക്. ഇതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ നോഡ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ എ എഴുതുന്നു, എനകത്ത് നമുക്ക് 10ഉം. ഓക്കെ, ഇതിൽ ഓൾറെഡി ലിങ്ക്ഡ് ആട്ടോ ഞാൻ എഴുതുന്നത്, ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ നോഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോഡ് 20 വന്നു. ഈ 20നെ നമ്മളെന്താ ചെയ്ത്, ആദ്യം എ കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം അല്ലേ, HPTRൻ്റെയും എൻ്റെയും നടുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ HPTRൻ്റെയും എൻ്റെയും നടുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് 20 ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എ കൊടുക്കാം. ഓക്കെ, എ കൊടുക്കാം. ഇവിടെ എന്ത് വരും, ഇവിടെ എ അല്ലേ വരിക, ഇവിടെ ബി വരും. HPTRനകത്തും ബി വരും അല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് ഡാറ്റ ആഡ് ചെയ്ത് പോയിക്കൂടെ. അതായത് ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഇപ്പം 4 ആഡ് ചെയ്യുന്നുണ്ട്, 40, 30, 20, 10. ഇത് നേരെ പ്രിന്റ് ചെയ്ത് എന്താ വരിക, 10, 20, 30, 40 അല്ലേ. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ലിങ്കിങ്ങിനെ ആഡ് എൻഡ് ആണ് പറയാ. അതുപോലെ തന്നെ ഇതിനെ പറയുന്നതാ, ഇത് ആഡ് എൻഡ് ആണെങ്കിൽ ഇത് ആഡ് ബിഗിൻ ആയിരിക്കും. ഓക്കെ, മൂന്നാമതൊരു ലിങ്കിങ് ഉണ്ട്, അത് നമ്മൾ ഇത് 2 ലിങ്കിങ് കഴിഞ്ഞിട്ട് പറയാം. അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് 2 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോറി 4 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ, അതായത് നടുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനെ ആഡ് മിഡിൽ എന്നാ പറയാം. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് ഓഫ് എന്ത് നമ്മളുടെ സിംഗിൾ ലിങ്ക് ലിസ്റ്റിന്റെ ആഡ് ചെയ്യുന്നതിന്റെ പാറ്റേൺ. ഓക്കെ, ആഡ് എൻഡ്, ആഡ് ബിഗിൻ, ആഡ് മിഡിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് ആഡ് ബിഗിൻ ചെയ്യാം എന്ന് നോക്കാം. വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് എഴുതാണ്, വോയിഡ് ആഡ് ബിഗിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഡാറ്റ നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്നാണ് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റ് ഡാറ്റ കൊടുക്കുകയാണ്, എൻ്റർ ഡാറ്റ. ഓക്കെ, ഓക്കെ, അപ്പം എൻ്റർ ഡാറ്റ നമ്മളെടുത്ത് ചോദിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് 5 ഡാറ്റ, നമ്മളിപ്പം ഒരു ലൂപ്പ് വെച്ചിട്ട് 5 ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ഇൻഡ് i = 0, i <5, i++. ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ആഡ് ബിഗിനെ നമ്മൾ 5 പ്രാവശ്യം വിളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ബിഗിൻ എടുത്തിട്ട് ഇതിനകത്ത് വിളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ അടുത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് നോഡ്, ഇതിന് നോഡ് എന്നാട്ടോ പറയാം, ഏജ് എന്നുള്ള, ഞാൻ തൽക്കാലം നോഡിന് എഴുതാണ്, ഇവിടെ നോഡ് മാറ്റണം. ഓക്കെ, ഈ ഒരു നമ്മൾ 5 നോഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞെന്താ, നമ്മളിതിൽ നമുക്കൊരു ഹെഡ് പോയിന്റർ ഉണ്ടാക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ഹെഡ് സ്ട്രക്ചറിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രക്ചറിന് ഒരു വേരിയബിൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് നമുക്ക് സ്ട്രക്ചർ എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് പിന്നെ നോഡ്, പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ഡെഫ് എന്നുള്ള ഒരു കീവേഡ് ഉണ്ട് സിയിൽ. ND എന്ന് എഴുതിയിട്ട് നമുക്ക്
ഒരു ഹെഡ് പോയിന്റർ ഉണ്ടാക്കണം അല്ലേ? ആദ്യത്തെ പണി അതല്ലേ, ഹെഡ് പോയിന്റർ ഉണ്ടാക്കുക. പക്ഷേ ഈ ഹെഡ് പോയിന്ററിൻ്റെ അകത്ത് ഒന്നും പാടില്ല. നമുക്ക് ഡാറ്റയോ അല്ലെങ്കിൽ എന്താ പറയുക ലിങ്കോ ആദ്യത്തെ കേസിൽ നമുക്കൊന്നും വേണ്ട. അപ്പം ND സ്റ്റാർ ഒരു HPTR ഉണ്ടാക്കുക, അത് ഈക്വൽ ടു നള്ളു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായി, ഒരു ഹെഡ് പോയിന്റർ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു റൺ ചെയ്ത് നോക്കാം, അതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും എറർ ഉണ്ടോ അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കമ്പൈൽ ചെയ്യുക GCC ds1.c. ഓക്കെ, ടൈപ്പ് ഡെഫ് ടൈപ്പ് കൊടുക്കണം കേട്ടോ, അവിടെ സ്ട്രക്ട് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു HPTR എന്നുള്ള ഒരു പോയിന്റർ അത് നള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നമ്മൾ അൺകമൻഡ് ചെയ്തിട്ട് നമ്മൾ ആഡ് ബിഗിനിലേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഹെഡ് പോയിന്റർ ഉണ്ടല്ലോ, ഈ ഹെഡ് പോയിന്ററിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യുക, ആൻഡ് HPTR പാസ് ചെയ്യുക. ഓക്കെ, അപ്പം ആൻഡ് അത് ഞാൻ ഈ ടൈപ്പ് ഡെഫിനൊന്ന് മുകളിലേക്ക് എഴുതണ്ടേ. അപ്പം ആൻഡ് HPTR പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ പോയിന്റർ വെച്ചിട്ട് ഇവിടെ ക്യാച്ച് ചെയ്യണം. ഓക്കെ, കാരണം അഡ്രസ് ഓഫ് എ പോയിന്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അത് ഇതിൽ കാരണം ഒരുപാട് നമുക്ക് മോഡിഫൈ ചെയ്യാണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ND ഡബിൾ സ്റ്റാർ നമ്മളൊരു HPTR ഒരു PTR വെച്ച് ക്യാച്ച് ചെയ്യുന്നു അവിടെ. എന്നിട്ട് ഇപ്പം എന്താ സംഭവിക്കുക, 5 പ്രാവശ്യം ഈ ഒരു ആഡ് ബിഗിനിലേക്ക് നമ്മൾ ഇതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്തുകൊണ്ട് നിൽക്കും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, സ്കാൻഎഫ് ഉപയോഗിക്കണം. സ്കാൻഎഫ് %d ആംപേഴ്സൻറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തില്ല, നമുക്ക് മുകളിൽ എഴുതാം, ഇൻറ്റ് എഴുതാം. ഓക്കെ, അപ്പം അതായത് 5 പ്രാവശ്യം നമുക്ക് നമ്പർ ഇൻപുട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കണം അല്ലേ. ഇപ്പോൾ HPTR പാസ് ചെയ്തു, നമ്മൾ HPTR ഉണ്ടാക്കി, അതിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്തു. ഇനി നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് എന്ത് ചെയ്യണം, ഓരോ നോഡ് ഉണ്ടാക്കണം. ആദ്യം നമുക്ക് A ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ. ഓക്കെ, A എന്ന് പറയുന്നത് എന്താ, അതായത് ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലേ. അപ്പോൾ ഇതിനൊരു മെമ്മറി ഉണ്ടാക്കണം നമുക്ക്. ഈ സ്ട്രക്ട് നോഡിന് നമുക്കൊരു മെമ്മറി ഉണ്ടാക്കണം. ആ മെമ്മറി ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡൈനാമിക്കലി അല്ലേ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ടെമ്പ് എന്നുള്ളൊരു പോയിന്റർ, അതായത് ഇതിനൊരു പോയിന്റ് ഡൈനാമിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്കൊരു പോയിന്ററാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ND ടൈപ്പാണ് അതിൻ്റെ ടൈപ്പ്. ND സ്റ്റാർ ടെമ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാക്കുകയാണ്, ഈക്വൽ ടു മാലോക്ക്. അതായത് മാലോക്കിൽ എന്താ കൊടുക്കുക, എത്ര സൈസിലേക്ക് അലോക്കേറ്റ് ചെയ്യണം എന്നല്ലേ. എന്തിൻ്റെ എത്ര സൈസ് വേണം നമുക്ക് ഈ ഒരു ഇതിന്, അതായത് ഇതിൻ്റെ സൈസ് അല്ലേ, ഇതിൻ്റെ സൈസല്ലേ വേണ്ട മൊത്തം, അതായത് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം, സൈസ് ഓഫ് എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിക്കുക, സൈസ് ഓഫ് ND. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ നേരത്തെ ഇവിടെ ഇതിന് എഴുതിയ മാതിരി ഇൻഡ് സ്റ്റാർ എന്നല്ല എഴുതിയത്, മാലോക്കിന് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്തത്. അപ്പം ഇതിവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താ എഴുതാം, ND സ്റ്റാർ എന്ന് എഴുതാം. കമ്പൈൽ ചെയ്ത് നോക്കാണ് ഇവിടെ എന്തൊരു. ഓക്കെ, ഇതെന്താണെന്ന് അറിയോ, ആഷ് ഇൻക്ലൂഡ് stdlib. അതായത് നമ്മളിവിടെ മാലോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാലോക്ക് എന്നുള്ളത് stdio-ലല്ല ഉള്ളത്, നമുക്കൊരു ലൈബ്രറി ഫയലും കൂടെ വേണം, std-lib കൂടെ വേണം. ഓക്കെ, അപ്പം എറോ ആണെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, 5 പ്രാവശ്യവും നമ്മൾ ഫോർ ലൂപ്പിൽ ആഡ് ബിഗിനെ വിളിക്കുന്നുണ്ട്. ആഡ് ബിഗിനിൽ ഓരോ പ്രാവശ്യവും ഡാറ്റ സ്കാൻ ചെയ്തിട്ട് ഒരു നമ്പറിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മളൊരു ഇങ്ങനെ ഒരു മെമ്മറി, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലോക്കിലേക്ക് നമ്മൾ നമ്മൾ സ്കാൻ ചെയ്തെടുത്ത നമ്പർ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടെമ്പിനെ എടുത്തിട്ട് ഈ ഒരു നമ്പർ എടുത്തിട്ട് നമുക്ക് നേരെ
നമുക്ക് ആ ടെമ്പിലുള്ള ഈ ഒരു ഡാറ്റ അല്ലേ, ഈ ഒരു ഡാറ്റയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെടുത്തിടാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു നം ഉപയോഗിക്കാതെ തന്നെ എഴുതാം. ആദ്യം ഞാൻ ഇതെങ്ങനെയാണ് പറഞ്ഞുതരാം. അതായത് നമുക്ക് ടെമ്പ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പം ഈ ടെമ്പ് എന്താ ചെയ്യുന്നത്, ഈ ടെമ്പ് എന്നുള്ളത് അതായത് ഇങ്ങനൊരു മെമ്മറി ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. ഇങ്ങനൊരു സാധനമാണ് ഇവിടെ ക്രിയേറ്റ് ആയി നിൽക്കുന്നത്. ഇങ്ങനൊരു സാധനം, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ്, അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ടെമ്പ് എന്നുള്ളത് എന്താ, ടെമ്പ് എന്നുള്ളത് ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ടെമ്പ് ഇവിടെയാണ് ഈ ടെമ്പ് എന്നുള്ളത് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ലൈനിൽ നിന്ന് കിട്ടുക അല്ലേ. ഇത് നമ്മൾ സ്കാൻ ചെയ്തെടുത്ത ഡാറ്റ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ കയറ്റണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, ഈ ടെമ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്തുണ്ട്, ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞില്ലേ ഡാറ്റയും ലിങ്കും ഉണ്ട് അല്ലേ. അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, നമുക്ക് ഡാറ്റ ഉണ്ട്, ഇവിടെ നമുക്ക് ലിങ്കിന് പകരം ഇവിടെ എന്താണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത്, നെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റയിലേക്ക് നമുക്ക് ഡാറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചറിലേക്ക് ഡാറ്റ കയറ്റാൻ എങ്ങനെ, നമ്മൾ ടെമ്പിലെ ഡാറ്റ അല്ലേ, ഡാറ്റയിലാണ് നമുക്ക് കയറ്റേണ്ടത്. ടെമ്പ് പോയിന്റ് ചെയ്യുന്ന ഡാറ്റ, അതായത് ആരോ ഓപ്പറേറ്റർ, ഈ ആരോ ഓപ്പറേറ്ററിനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അവിടെ ആരോ ഡാറ്റ എന്ന് പറയുന്നത് എന്താ, ഈക്വൽ ടു നം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡാറ്റ മെമ്പറിലേക്ക് കയറ്റാം ഡാറ്റ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ, ഇത് ഈ ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ 5 പ്രാവശ്യം ഇങ്ങനത്തെ മെമ്മറി ഉണ്ടാവും. 5 പ്രാവശ്യം ഇങ്ങനത്തെ മെമ്മറി ഡാറ്റയിൽ നമ്മൾ ആദ്യം അടിക്കുന്ന 10 ആണെങ്കിൽ 10 ഇവിടെ ഉണ്ടാവും. പിന്നെ വേറെ എവിടെയൊരു ഇതേപോലത്തെ ഒരു മെമ്മറിയിൽ 20 ഉണ്ടാവും, 30 ഉണ്ടാവും. അങ്ങനെ 5 പ്രാവശ്യം നമുക്ക് അടിച്ച് കയറ്റാൻ പറ്റും. നമുക്ക് ഇനിയാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം, എന്ത് ചെയ്യണം, ഈ 5 ഡാറ്റേനെ നമ്മൾ ലിങ്ക് ചെയ്യണം. വേണ്ടേ, ഇതിൻ്റെ നെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് അതായിരിക്കണം. എല്ലാത്തിനെയും നമ്മൾ ലിങ്ക് ചെയ്യണം. അതിന് ഞാൻ ആദ്യം പറഞ്ഞ ഈ അഡ്രസ്സിനെ ഇങ്ങോട്ട് എടുത്ത് ഓരോന്നിൻ്റെ ലിങ്കിലേക്ക് എടുക്കുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, നമുക്ക് ഈ നമ്മ വേണ്ട, നമ്മ വേണമെന്നില്ല. ഈ നമ്മില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻഎഫിന് അടിയിലേക്ക് എടുത്തിട്ട് ഈ ടെമ്പ് ഡാറ്റയിലേക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും അഡ്രസ്സ്. ഈ നമ്മ ഉപയോഗിക്കാതെ ഈ നമ്മിന് പകരം ഇവിടെ ടെമ്പ് ആരോ ഡാറ്റ എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെയും വർക്കാവും. ഓക്കെ, ഇനി നമുക്ക് ലിങ്ക് അല്ലേ വേണ്ടത്, ലിങ്ക് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ ആഡ് ബിഗിൻ ആട്ടോ ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് ആട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്നതൊക്കെ റിവേഴ്സ് ഓർഡറിൽ ഹെഡ് പോയിന്റർ ആയിട്ട് ലിങ്ക് ചെയ്ത് വരും. ടെമ്പ് എവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്, അവിടെ അല്ലേ. നമ്മളെടുത്ത് ടെമ്പും ഉണ്ട്, നമ്മളെടുത്ത് ഇവിടെ എന്തുണ്ട്, ഇവിടെ നമുക്ക് HPTR ഉണ്ട് അല്ലേ. ഈ 2 ഡാറ്റ ഉണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മളിവിടെ 10 എടുത്തിട്ടു. ഓക്കെ, ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലെന്താ ഉള്ളത്, നമ്മൾ അവിടെ ചെയ്ത് വെച്ചാൽ നള്ളുണ്ട്. ഇവിടെ നമ്മൾ നള്ള് എഴുതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു പകുതി ഭാഗം കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്താൽ മതി അല്ലേ. എന്താ ചെയ്യേണ്ടത്, ടെമ്പിൻ്റെ നെക്സ്റ്റിലേക്ക് എന്താ ഇടേണ്ടത്, HPTRൻ്റെ ഉള്ളിലുള്ള വാല്യൂ അല്ലേ. ഈ നള്ളെടുത്തിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് ഇടേണ്ടത് ആദ്യത്തെ കേസിൽ. അപ്പോൾ എന്ത് എഴുതണം അവിടെ, അത് എഴുതണം. ഈ ഒരു കേസ്, അതായത് ടെമ്പിലെ നെക്സ്റ്റ്, ടെമ്പ് ആരോ നെക്സ്റ്റിലേക്ക് എന്ത് വരണം, ഈക്വൽ ടു HPTRൻ്റെ ഉള്ളിലുള്ള, അതായത് HPTR എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ HPTR തന്നെ എഴുതാം, PTR കൺഫ്യൂഷൻ ആവണ്ട. HPTRൻ്റെ ഇത് ഡബിൾ പോയിന്ററാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരു പ്രാവശ്യം ഡീറെഫറൻസ് ചെയ്യണം. ഓക്കെ, എന്നാലും ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവം കിട്ടുള്ളൂ. അപ്പം ഈക്വൽ ടു സ്റ്റാർ HPTR എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അത് മാത്രം പോരാ, ഇപ്പോൾ ഇത് മാത്രം ഇങ്ങോട്ടായിട്ടുള്ളൂ. ഇനി ഇതിലെന്ത് ചെയ്യണം, ഈ ടെമ്പിൻ്റെ അഡ്രസ്സ്, അതായത് ടെമ്പ് പോയിന്റ് ഇവിടെ തന്നെയല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഇതെന്ത് ചെയ്യണം, എടുത്ത് HPTR ഇടണം. അപ്പം എന്ത് ചെയ്യണം, സ്റ്റാർ HPTR ഈക്വൽ ടു ടെമ്പ്. ഓക്കെ, ഇതാണ് ചെയ്യാനുള്ളത് നമുക്ക്. ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രക്ചർ വരയ്ക്കാണ്.
ഇങ്ങനെയുള്ളൊരു അതായത് ആദ്യത്തെ സംഭവം നടക്കുമ്പോൾ ഇത് ലിങ്കായി. ഓക്കെ, രണ്ടാമത്തത് പിന്നെയും വരും അല്ലേ. അപ്പോൾ ഒന്നും കൂടെ എന്താ എൻ ഡി സ്റ്റാർ ടെമ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു മാലോക്ക് ഈ ഒരു സംഭവം ക്രിയേറ്റ് ആവും അല്ലേ. ഇനി നമ്മൾ സ്കാൻ എഫ് ചെയ്തിട്ട് നമ്മൾ ഒരു 20 അടിക്കാന്ന് വെച്ചോ. 20 അടിക്കുമ്പോൾ എന്തോ ഇവിടെ നമ്മൾ 20 അടിച്ച് കയറ്റി. ഓക്കെ, അതും സെറ്റായി. അതായത് എന്താ പോയിന്റ് ചെയ്യുന്നത്? ഇപ്പോൾ ടെമ്പാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ. ഈ ടെമ്പ് എന്നുള്ള ഈ സംഭവം എന്തായി ഇപ്പോൾ പുതിയതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ഇങ്ങോട്ടായി. ഈ ടെമ്പ് ഇല്ലേ ഇപ്പോൾ, ഈ ടെമ്പ് ഇവിടെ നിന്ന് പോയി, ഈ ടെമ്പ് ഇവിടെ നിന്ന് പോയി. ഇപ്പോൾ ടെമ്പ് പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അല്ലേ. അതാണ് ഇവിടം വരെ എത്തുമ്പോൾ അത് നടക്കും അല്ലേ. ഇനി എന്താ സംഭവം? HPTR മാറില്ല എപ്പോഴും. HPTR ഹെഡ് പോയിന്റർ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. കാരണം ഈ ഒരു HPTR സെയിം അഡ്രസ്സ് തന്നെയല്ലേ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെയിം സാധനം തന്നെ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? HPTR എന്ന് പറയുന്നത് എന്താ സംഭവിക്കുക? HPTR എന്നുള്ള ഈ ഒരു ലോജിക്ക് വെച്ച് ടെമ്പിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? ടെമ്പിൻ്റെ നെക്സ്റ്റ് ഇത് അല്ലേ. ടെമ്പിൻ്റെ നെക്സ്റ്റിൽ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നറിയോ? ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഈ ടെമ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ആയിരുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒരു A ആണെങ്കിൽ A ആയിരിക്കും ഇവിടെ സേവ് ആവാം. ഓക്കെ, ഇത് A ആയിരുന്നു ആദ്യത്തെ കേസിൽ. ഇതിനി B ആണ് അടുത്തത്. ഓക്കെ, B എന്നുള്ളത് ടെമ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താ ടെമ്പിൻ്റെ നെക്സ്റ്റിൽ എന്താ സംഭവിക്കുക? സ്റ്റാർ HPTRനകത്ത് എന്താ ഉള്ളത്? A ഉള്ളത് അല്ലേ. അപ്പോൾ ഈ A എന്ത് ചെയ്യും? ഇങ്ങോട്ട് കയറും. ഓക്കെ, ഇനി എന്താ? സ്റ്റാർ HPTRൻ്റെ ഉള്ളിൽ എന്താ സംഭവം? സ്റ്റാർ HPTR ടെമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്, അതായത് B ഓടെ വരും. ഇപ്പം എന്തായി? HPTRൻ്റെ അകത്ത് B ആണുള്ളത് അല്ലേ. HPTRൻ്റെ അകത്ത് B ആണുള്ളത്. ബീൻ്റെ അവസാനം എന്താ ഉള്ളത്? A ആണുള്ളത്. ഓക്കെ, അടുത്ത് ഇനി ഒരു ഡാറ്റയും കൂടെ വരുമ്പോൾ എന്തോ ഇതിൻ്റെ മുന്നിൽ ഇൻസേർട്ട് ആവും. 30 വരുമ്പോൾ ഇതിൻ്റെ മുന്നിൽ ഇൻസേർട്ട് ആവും. അപ്പം എന്തായി? ഈ ഒരു പാറ്റേൺ റെഡി ആയില്ലേ. അപ്പോൾ ഇത് വന്നില്ലേ? B20A10 നള്ള് കണ്ടോ? ഈ ഒരു ഓർഡറിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഓക്കെ, /out അടിച്ചാൽ നമുക്ക് റൺ ആവും. 10, 20, 30, 40, 50. ഓക്കെ, ഇത് എൻഡായി. കാരണം നമ്മളൊന്നും ഇത് ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ആയി അതിനകത്ത് വാല്യൂസ് എൻ്റർ ആവുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും പ്രിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല. ഔട്ട്പുട്ട് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതും, പിന്നെ നമ്മൾ ആഡ് മിഡിൽ, സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, ബാക്കിയുള്ള കാര്യങ്ങളും അതൊക്കെ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.